കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടിരുന്നത് വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയാണ്. ആൽഫ്രഡ് വെർണർ എന്ന സയൻറ്റിസ്റ്റാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് ആദ്യം ഡീറ്റെയിൽഡായി സ്റ്റഡി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ തിയറി പ്രകാരം താഴെ പറയുന്ന പോസ്റ്റുലേറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്: ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മെറ്റൽ രണ്ട് തരം വാലൻസി കാണിക്കുന്നു, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മെറ്റൽ രണ്ട് തരം വാലൻസി കാണിക്കും, പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. സെക്കൻഡ് പോസ്റ്റുലേറ്റ്: പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയോണൈസബിൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അയോണൈസബിൾ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യാനായി എപ്പോഴും നെഗറ്റീവ് അയോൺസ് ആയിരിക്കും വരുന്നത്. തേർഡ് പോസ്റ്റുലേറ്റ്: സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് നോൺ അയോണൈസബിൾ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യാനായി നെഗറ്റീവ് അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ വരാം. സെക്കൻഡറി വാലൻസി നോൺ അയോണൈസബിൾ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യാനായി ന്യൂട്രൽ മോളിക്യൂളോ അല്ലെങ്കിൽ ആനയോൺസോ വരാം. ഫൈനൽ പോസ്റ്റുലേറ്റ്: മെറ്റലിന് ചുറ്റുമുള്ള സെക്കൻഡറി വാലൻസിയാണ് ആ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ജിയോമെട്രി തീരുമാനിക്കുന്നത്. ആ സെക്കൻഡറി വാലൻസി കറസ്പോണ്ടിങ് ആയി ഒരു ഡെഫിനിറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ സെക്കൻഡറി വാലൻസി നോക്കി നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ജിയോമെട്രി തീരുമാനിക്കാം. ഒരു ഉദാഹരണം വഴി നമുക്ക് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി മനസ്സിലാക്കാം. കൺസിഡർ CONH3 6 times Cl3. ഇവിടെ പ്രൈമറി വാലൻസി എന്നാൽ സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സെക്കൻഡറി വാലൻസി എന്നാൽ അത് കോർഡിനേഷൻ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിൽ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. സോ ഈ കോമ്പൗണ്ടിൻ്റെ പ്രൈമറി വാലൻസി 3 ആണ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ്, അതുകൊണ്ട് സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് 6 ആണ്. കൺസിഡർ അനദർ കോമ്പൗണ്ട് CONH3 5 times Cl2. ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cl2ന് മൊത്തം -2, ഈ Cl -1, സോ കൊബാൾട്ട് +3 ആണ്. സോ ഈ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റലിൻ്റെ പ്രൈമറി വാലൻസി 3 ആണ്. സെക്കൻഡറി വാലൻസി എന്നാൽ കോർഡിനേഷൻ നമ്പറാണ്, 5 1 6 ആണ് സെക്കൻഡറി വാലൻസി. വെർണേഴ്സ് ഫോർമുല പ്രകാരം ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എപ്പോഴും പ്രൈമറി വാലൻസി ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം സെക്കൻഡറി വാലൻസി തിക്ക് ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് കോമ്പൗണ്ട് നമുക്ക് വെർണേഴ്സ് ഫോർമുല എഴുതാനായി പഠിക്കേണ്ട, മനസ്സിലാക്കിയാൽ മാത്രം മതി. സെൻട്രൽ മെറ്റല് കൊബാൾട്ട് 5NH3യും ഒരു Clമാണ് ലിഗാൻസ് ആയിട്ട് ഉള്ളത്. NH3 5 ഒരു Cl. നമുക്കറിയാം കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 ക്ലോറിൻ ഉണ്ട്, 2 കൗണ്ടർ അയോൺ, 1 ലിഗാൻഡ് ആണ്. സോ ഈ കാണിച്ചിരിക്കുന്ന ക്ലോറിൻ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ സെക്കൻഡറി വാലൻസിനെ സൂചിപ്പിക്കാൻ തിക്ക് ലൈൻ ഉപയോഗിച്ചു. അതിന് പുറമെ പ്രൈമറി വാലൻസി റെപ്രസെൻറ്റ് ചെയ്യാനായി ഡോട്ടഡ് ലൈൻ കൂടി യൂസ് ചെയ്യുന്നു. റിമൈനിങ് പ്രൈമറി വാലൻസീസ് അത് നമുക്ക് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിവിടുന്ന് എക്സാമിന് വരുന്ന ചോദ്യം, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിലെ പ്രൈമറി വാലൻസി എഴുതുക, സെക്കൻഡറി വാലൻസി എഴുതുക എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൈമറി വാലൻസി എന്നാൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സെക്കൻഡറി വാലൻസി എന്നാൽ മെറ്റലിൻ്റെ കോർഡിനേഷൻ നമ്പർ. വെർണേഴ്സ് തിയറിയുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ:
ഹൗ മെനി അയോൺസ് വിൽ ഒബ്റ്റെയിൻ ഫ്രം ദ ഫോളോയിങ് ഇൻ അക്വസ് മീഡിയ? അക്വസ് മീഡിയയിൽ ഈ കോമ്പൗണ്ട്സിൽ നിന്നും എത്ര അയോൺസ് ആണ് കിട്ടുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ടർ അയോൺസ് മാത്രമേ സെപ്പറേറ്റ് ചെയ്യുകയുള്ളൂ, ഒരിക്കലും ലിഗാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യില്ല. സോ ഇവിടെ കൗണ്ടർ അയോൺ 3 ക്ലോറൈഡ് അയോൺ ആണ്. സോ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് 3Cl നെഗറ്റീവ് അയോൺസ്. അതിന് പുറമെ കോർഡിനേഷൻ സ്പിയർ ഉണ്ടാകും, CONH3 6 ടൈംസ്. സോ ഇവിടെ 3 പോസിറ്റീവ് ആൻഡ് 1 CONH3 6 ടൈംസ് 3 പോസിറ്റീവ്. ടോട്ടൽ 4 അയോൺസ് ആണ് ആ കോമ്പൗണ്ടിൽ നിന്ന് ലഭിക്കുന്നത്. സെക്കൻഡ് കോമ്പൗണ്ട് CONH3 5 ടൈംസ് Cl2. കൗണ്ടർ അയോൺ 2 എണ്ണമാണ് ഉള്ളത്. സോ 2 Cl നെഗറ്റീവ് അയോൺസ് ആൻഡ് റിമൈനിങ് പോർഷൻ CONH3 5 ടൈംസ് Cl2 പോസിറ്റീവ്. സോ 1 CONH3 5 ടൈംസ് Cl2 പോസിറ്റീവ്. ടോട്ടൽ 3 അയോൺസ് ആണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ട് K2ZnOH 4 ടൈംസ്. കൗണ്ടർ അയോണായി 2 പൊട്ടാസ്യം അയോണാണുള്ളത്. സോ 2K പോസിറ്റീവ് അയോൺസ്. അത് ഒഴിവാക്കിയാൽ റിമൈനിങ് പോർഷൻ്റെ ചാർജ് സിങ്ക് OH 4 ടൈംസ് 2 നെഗറ്റീവ് ആയിരിക്കും ആൻഡ് 1 ZnOH 4 ടൈംസ് 2 നെഗറ്റീവ്. Second question, find the secondary valency and formula of the following compounds. ഈ കോമ്പൗണ്ട്സിൻ്റെ സെക്കൻഡറി വാലൻസിയും അതിൻ്റെ കോർഡിനേഷൻ സ്പിയർ വെച്ചുള്ള ഫോമുലയും എഴുതാനാണ്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl precipitated by adding സിൽവർ നൈട്രേറ്റ്. നമുക്ക് പ്രാക്ടിക്കൽ പഠിക്കാനുണ്ട്. ക്ലോറൈഡ് അയോണിനെ തിരിച്ചറിയാനായാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിലെല്ലാം ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്ര മോൾ സിൽവർ ക്ലോറൈഡാണ് കിട്ടുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം കൗണ്ടർ അയോൺ മാത്രമേ അവിടെ റിയാക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ. ലിഗാൻസ് ഒരിക്കലും സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യുകയില്ല. ഫസ്റ്റ് കോമ്പൗണ്ട് PdCl2 4NH3. ഇവിടെ 2 മോൾ AgCl കിട്ടുന്നു. അതിൻ്റെ അർത്ഥം ഈ കോമ്പൗണ്ടിലുള്ള 2 ക്ലോറൈഡും കൗണ്ടർ അയോണാണ്. സോ റിമൈനിങ് പാർട്ട് മാത്രമേ കോർഡിനേഷൻ സ്പിയറിൽ ലിഗാൻഡായി ഉണ്ടായിരിക്കുകയുള്ളൂ. സോ ഇവിടെ സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പറാണ്, അത് 4 ആയിരിക്കും. ദെൻ ഫോമുല, NH3 ലിഗാൻഡ് ക്ലോറിൻ കൗണ്ടർ അയോൺ ആണ്. സോ ഫോമുല എന്നത് PdNH3 4 ടൈംസ് ദെൻ കൗണ്ടർ അയോണായി Cl2. സെക്കൻഡ് കോമ്പൗണ്ട് CuCl3 4NH3. അത് 1 മോൾ സിൽവർ ക്ലോറൈഡാണ് തരുന്നത്. അതായത് ഇതിലെ ഒരു ക്ലോറിൻ കൗണ്ടർ അയോണാണ്. റിമൈനിങ് ആയി 2 ക്ലോറിനും 4NH3 ഉണ്ട്. 4+2 6 ആയിരിക്കും കോർഡിനേഷൻ നമ്പർ. ഒരു ക്ലോറിൻ മാത്രം കൗണ്ടർ അയോണായി കോർഡിനേഷൻ സ്പിയറിന് വെളിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഫോമുല CONH3 4 ടൈംസ് Cl2 Cl. ഫോമുല എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ലിഗാൻഡ്സിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അമീൻ്റെ ഫോമുല ആദ്യം എഴുതിയത്. തേർഡ് കോമ്പൗണ്ട് NaCl2 6H2O. അത് 2 മോൾ സിൽവർ ക്ലോറൈഡ് തരുന്നു. അതിൻ്റെ അർത്ഥം ഈ കോമ്പൗണ്ടിലെ 2 ക്ലോറൈഡും കൗണ്ടർ അയോൺ ആണ്. സോ ലിഗാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 6H2O ആണ്. സോ സെക്കൻഡറി വാലൻസി എന്നത് 6 ആയിരിക്കും. Cl കൗണ്ടർ അയോൺ ആണ്, അത് നമുക്ക് വെളിയിൽ പ്ലേസ് ചെയ്യാം. സോ ഫോമുല NiH2O
6 ടൈംസ് Cl2. നെക്സ്റ്റ് കോമ്പൗണ്ട് PtCl2 2NH3. അത് ഒരൊറ്റ സിൽവർ ക്ലോറൈഡ് പോലും തരുന്നില്ല. അതായത് ആ കോമ്പൗണ്ടിൽ കൗണ്ടർ അയോൺ ഇല്ല. രണ്ടും ലിഗാൻഡായി ആക്ട് ചെയ്യുന്നു. 2+2 4 ആണ് ഇവിടെ സെക്കൻഡറി വാലൻസി. ലിഗാൻഡ് മാത്രമേ ഉള്ളൂ, കൗണ്ടർ അയോൺ ഇല്ല. സോ ഫോർമുല PtNH3 2 ടൈംസ് Cl2. മെറ്റൽ കാർബണൈൽസ് ഹൈലി സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ് മെറ്റൽ കാർബണൈൽസ് ഹൈലി സ്റ്റേബിൾ എന്നാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ ഏതാനും മെറ്റൽ കാർബണൈൽസ് പഠിച്ചിട്ടുണ്ട്. ടെട്രാ കാർബണൈൽ നിക്കൽ, ഹെക്സാ കാർബണൈൽ ക്രോമിയം. ഇങ്ങനെയുള്ള കാർബണൈൽ കോമ്പൗണ്ട്സിൽ സെൻട്രൽ മെറ്റൽ മിക്കവാറും 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും, അതല്ലെങ്കിൽ വളരെ താണ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. ഈ കോമ്പൗണ്ട്സ് ഹൈലി സ്റ്റേബിളാണ്. അതിന് കാരണം നോർമൽ കോർഡിനേഷൻ കോമ്പൗണ്ട് പോലെ മെറ്റൽ കാർബണൈലിലും മെറ്റലും കാർബൺ മോണോ ഓക്സൈഡിലെ കാർബൺ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നു. കാർബൺ മോണോ ഓക്സൈഡിലെ കാർബൺ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സെൻട്രൽ മെറ്റലുമായി നോർമൽ കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാകുന്നു. അതിനു പുറമെ ഈ മെറ്റൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഡി ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഡി ഇലക്ട്രോൺസ് ഈ കാർബണിലെ ഒരു വേക്കൻറ്റ് പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ബാക്ക് ബോണ്ടിങ് ഉണ്ടാക്കുന്നു. ഇവിടെ ഒരു പൈ ബോണ്ടും കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെറ്റലിൻ്റെ ഡി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കാർബണൈൽ കാർബണിലെ ആ വേക്കൻറ്റ് പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റിലേക്ക് ഒരു ബാക്ക് ബോണ്ടിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബാക്ക് ബോണ്ടിങ് കൂടി ഉണ്ടാകുന്നത് കൊണ്ടാണ് മെറ്റൽ കാർബണൈൽസ് മോർ സ്റ്റേബിൾ ആയിരിക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മോർ സ്റ്റേബിൾ ആണ്. നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. കൺസിഡർ എ കോർഡിനേഷൻ കോമ്പൗണ്ട് വിത്ത് ഫോർമുല ML4. അതായത് ഒരു മെറ്റലും 4 ലിഗാൻഡുമുള്ളത്. ഇത് ഫോം ചെയ്യുന്നത് താഴെ പറയുന്ന റിയാക്ഷൻ വഴി ആണെന്ന് കരുതുക. മെറ്റൽ പ്ലസ് 4 ലിഗാൻഡ് ഗീവ്സ് ML4. ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എന്ന് പരിഗണിക്കുക. മെറ്റലും 4 ലിഗാൻഡും കമ്പൈൻ ചെയ്ത് ML4 എന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇവിടെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് ബീറ്റ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബീറ്റ ഈസിക്കൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ML4 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് M ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് L റേസ് ടു കോഎഫിഷ്യൻ്റ് 4 ആയി നമുക്ക് ഉയർത്താം. ഇവിടെ ഈ ബീറ്റ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹയറാണ്. ഇവിടെ നമ്മൾ ആ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മളിതിനെ ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതിന് പകരം ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് പല സ്റ്റെപ്പിലാണ് എന്ന് കരുതുക. ഉദാഹരണമായി ആദ്യം മെറ്റലും ഒരു ലിഗാൻഡും കമ്പൈൻ ചെയ്ത് ML കിട്ടുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ MLും അനദർ ലിഗാൻഡും കമ്പൈൻ ചെയ്ത് ML2 എന്ന് കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പിൽ ML2ഉം ഒരു ലിഗാൻഡും കൂടി കമ്പൈൻ ചെയ്ത് ML3 കിട്ടുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ML3 പ്ലസ് 1 ലിഗാൻഡ് ഗീവ്സ് ML4. ഇവിടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുന്നു. നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയി സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് കിട്ടും. ദെൻ അത് ആഡ് ചെയ്താലും നമുക്ക് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് തുല്യമാകും. ഫസ്റ്റ് കേസിൽ നമ്മളിതിൻ്റെ റെസിപ്രോക്കൽ കാണുകയാണ് എന്ന് കരുതുക. സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ലോവർ ആയിരിക്കും. എന്തൊക്കെയാണ്
കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. നമുക്ക് ഡെയിലി ലൈഫുമായി വളരെയധികം ബന്ധമുള്ളതാണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ബ്രാഞ്ച്. ഫസ്റ്റ്, ബയോളജിക്കൽ ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആയ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറോഫിൽ എന്നത് ഒരു മഗ്നീഷ്യം കോമ്പൗണ്ടാണ്. ഇതാണ് ഫോട്ടോസിന്തസിന് റെസ്പോൺസിബിളായ പിഗ്മെൻറ്റ്. ദെൻ ഓക്സിജൻ കാരിയർ ഹീമോഗ്ലോബിൻ, അത് ഒരു അയണിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ദെൻ വൈറ്റമിൻ B12 സയനോ കൊബാളമീൻ, ഇത് കൊബാൾട്ട് അടങ്ങിയ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. സെക്കൻഡ്, ഇൻ മെഡിക്കൽ ഫീൽഡ് നമ്മൾ 1ാം വർഷം പഠിച്ചിട്ടുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സിസ് പ്ലാറ്റിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. സിസ് പ്ലാറ്റിൻ എന്നാൽ സിസ് ഡൈ അമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2 എന്ന കോമ്പൗണ്ടാണ്. സിസ് PTNH3 2 ടൈംസ് Cl2, ഈ കോമ്പൗണ്ടാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ലെഡ് പോയ്സൺ ഉണ്ടായാൽ അവിടെ ലെഡ് പോയ്സൺ ഒഴിവാക്കാൻ വേണ്ടി EDTA ഉപയോഗിച്ചുള്ള കീലേറ്റ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിരുന്നു EDTA എന്ന് പറയുന്നത് ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡാണ്. അത് ഈസിയായി കീലേറ്റ് കോംപ്ലക്സസ് ഫോം ചെയ്യും. സോ ആ ബ്ലഡിലുള്ള ലെഡുമായി EDTA കമ്പൈൻ ചെയ്ത് കീലേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ ലെഡിനെ റിമൂവ് ചെയ്യാനും സാധിക്കും. തേർഡ്, ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മൾ ലാബിൽ ചെയ്യുന്ന പല കളർ എക്സ്പെരിമെൻറ്റ്സിലും കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാറുണ്ട്. അങ്ങനെ കളർ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിയേജൻസ് EDTA, അതുപോലെ ഡൈമീഥൈൽ ഗ്ലയോക്സിൻ തുടങ്ങിയ റിയേജൻസ് ആണ്. ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസായ നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയുടെ എസ്റ്റിമേഷന് വേണ്ടിയാണ് ഡൈമീഥൈൽ ഗ്ലയോക്സിമും അതുപോലെ EDTAയും യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ മെറ്റലർജി നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി മോൾസ് പ്രോസസ്സാണ് നടത്തുന്നത്. അവിടെ നിക്കൽ ടെട്രാ കാർബണൈൽ നിക്കൽ എന്ന ആ കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഡിക്കമ്പോസ് ചെയ്താണ് നമുക്ക് പ്യുവർ നിക്കൽ കിട്ടുന്നത്. അതുപോലെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്യൂരിഫിക്കേഷന് വേണ്ടി സയനൈഡ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പൊട്ടാസ്യം സയനൈഡ് ആഡ് ചെയ്യുന്നു, സിൽവർ അല്ലെങ്കിൽ ഗോൾഡുമായി കമ്പൈൻ ചെയ്ത് സയനൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൽ നിന്നുമാണ് പ്യുവർ മെറ്റൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ്നെസ് നമുക്കറിയാം. വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയോണിൻ്റെ പ്രസൻസ് ആണ്. എന്തുമാത്രം ഹാർഡ്നെസ് ഉണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ വോളിമെട്രിക് ടൈട്രേഷനാണ് നടത്തുന്നത്. അവിടെ EDTA ആണ് ടൈട്രേറ്റിംഗ് റിയേജൻ്റായി യൂസ് ചെയ്യുന്നത്. സോ EDTA യൂസ് ചെയ്ത് വാട്ടറിലെ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കോൺസെൻട്രേഷൻ അളക്കാനും അങ്ങനെ എമൗണ്ട് ഓഫ് ഹാർഡ്നെസ് മെഷർ ചെയ്യാനും സാധിക്കും. സെവറൽ കോർഡിനേഷൻ കോമ്പൗണ്ട് കാറ്റലിസ്റ്റായി ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണമായി വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് റോഡിയം എന്ന് പറയുന്ന മെറ്റലിൻ്റെ കോംപ്ലക്സ് ആണ്. ഇത് ആൽക്കീൻ്റെ ഹൈഡ്രോജനേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്.